വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KST എംപ്ലോയീസ് സംഘ് BMS ഏകദിന ഉപവാസ സമരം നടത്തി. തിരുവനന്തപുരം KSRTC ബസ് ടെർമിനലിലായിരുന്നു ജില്ലാതല ഉപവാസ സമരം. അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സാഹചര്യത്തിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും KST എംപ്ലോയീസ് സംഘ് BMS മുന്നറിയിപ്പ് നൽകി. DA കുടിശ്ശിക അനുവദിക്കുക, NPS പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക, എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രമോഷൻ അനുവദിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വേജ് കോഡ് അനുസരിച്ച് എല്ലാ താൽക്കാലിക ജീവനക്കാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനവും ആനുകൂല്യവും നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KST എംപ്ലോയീസ് സംഘ് BMS ഉപവാസ സമരം ആരംഭിച്ചത്. ഇന്നലെ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ജില്ലാതല ഉപവാസ സമരം വൈകിട്ട് സമാപിച്ചു. തമ്പാനൂർ KSRTC ടെർമിനലിൽ നടന്ന ഉപവാസ സമരം KST എംപ്ലോയീസ് സംഘ് BMS ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പ്രദീപ് V. നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൽ നിന്നും കടുത്ത അവഗണനയാണ് ജീവനക്കാർ നേരിടുന്നതെന്നും അർഹിച്ച ആനുകൂല്യം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും KST എംപ്ലോയീസ് സംഘ് BMS ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ പറഞ്ഞു. KSRTCയിലെ 0% DAക്ക് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഉള്ളതെന്നാണ് യാഥാർത്ഥ്യം. ശമ്പളം മാത്രമാണ് ഇപ്പോൾ എല്ലാ മാസവും കൃത്യമായി നൽകുന്നത്. എന്നാൽ വലിയ അപകടകരമായ മറ്റൊരവസ്ഥയാണ് ഇന്ന് ഈ വിലസൂചിക ഇത്രയും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ, നിത്യോപയോഗ സാധനങ്ങളടക്കം ഇത്രയും വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ KSRTC ജീവനക്കാരൻ 0% DAക്ക് പണിയെടുക്കുമ്പോൾ 10,000 കണക്കിന് രൂപയാണ് ഓരോ മാസവും അവൻ്റെ ശമ്പളത്തിൽ നഷ്ടപ്പെടുന്നത്. ജീവനക്കാരുടെ ആവശ്യം അംഗീകരിക്കാതെ വന്നാൽ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും KST എംപ്ലോയീസ് സംഘ് BMS മുന്നറിയിപ്പ് നൽകി. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജനുവരി 21 തീയതി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും BMS അറിയിച്ചു. ജനം, തിരുവനന്തപുരം.